വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ അധികാര വികേന്ദ്രീകരണം സമ്പൂർണമായി നടപ്പിലാക്കുക എന്ന ലക്ഷ്യം നല്ല നിലക്ക് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ പ്രാദേശിക ഭരണസമിതികളുടെയും പ്രധാന ഉത്തരവാദിത്വം. കഴിഞ്ഞ 29 വർഷമായി 96-ന് ശേഷം ഈ രംഗത്ത് വലിയ രൂപത്തിലുള്ള ഇടപെടലുകൾ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് സംസ്ഥാന ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്ന വ്യത്യസ്ത പരിപാടികൾ കൂടി ഇതിനകം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന നിലയുണ്ടായത്. എല്ലാവർക്കും വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം ജനകീയാസൂത്രണം തുടങ്ങിയ കാലത്തെ ആരംഭിച്ചതാണ്. പക്ഷെ പലതിനും ആവശ്യമായ പണം ഉണ്ടായില്ല എന്നുള്ളതിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് ലൈഫ് പദ്ധതി. 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ വരുന്ന വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയും അതിന് 4 ലക്ഷം രൂപ ഈ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് നൽകുകയും അതിന് അഡ്കോ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹായം തേടി ഭവനരഹിതരില്ലാത്തൊരു സംസ്ഥാനം എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ നടന്നെടുക്കുകയാണ്. അപ്പോൾ അധികാര വികേന്ദ്രീകരണ സങ്കല്പങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റും അതിന്റെ ഭരണകൂടവും താഴെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക സർക്കാരുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നിടത്തെല്ലാം ഈ ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണ്. അത് കുറെ കൂടി മെച്ചപ്പെട്ട മേഖലയിലേക്ക് എത്തിക്കുക എന്ന നിലയിലാണ് ഇനി വിഭാവനം ചെയ്യുന്നത്. മറ്റ് എല്ലാ വിശദാംശത്തിലും ഞാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളത്തിലെ നവകേരള വികസന സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കേരളത്തിൽ വിജ്ഞാനാധിഷ്ഠിത സമൂഹം, വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ഇന്ന് കേരളത്തിൽ മെച്ചപ്പെട്ട നിലയിൽ വിദ്യാഭ്യാസം നേടി വന്നിട്ടുള്ള കുട്ടികൾക്ക് നൈപുണി വികസനം ഉണ്ടാക്കുകയും അതിലൂടെ തൊഴിൽ സാധ്യത ഉണ്ടാക്കുകയും വരുമാനം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ഒരു വരുമാന ലബ്ധിയിലൂടെ എല്ലാ കുടുംബങ്ങളും മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തിലേക്കാണ് സംസ്ഥാന സർക്കാരുള്ളത്. അതിന് വലിയ സഹായം ചെയ്യേണ്ട മേഖല, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിൽ വലിയ സഹായം കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഇനി മുതൽ നിർവഹിക്കേണ്ടത്. ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങളല്ല ഇതിനകം അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇടപെടൽ എന്നുള്ള നിലയിലാണ് ഏറ്റവും അവസാനം നമ്മൾ ക്ഷേമ പെൻഷനുകളെല്ലാം വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ കണക്ട് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രംഗത്തെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുന്ന ആളുകളും ഇന്റർവ്യൂവിനും മറ്റുമൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ ഇവരെല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലക്കാണ് 1000 രൂപ സ്കോളർഷിപ്പ് ടൈപ്പിൽ ഇതിനകം നൽകുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ഇത്തരം പദ്ധതികളെല്ലാം താഴേക്കിടയിൽ മെച്ചപ്പെട്ട നിലയിൽ ഇതിന്റെ എല്ലാം ഇംപ്ലിമെന്റേഷൻ നടത്തേണ്ടുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടിയുള്ള ഒരു പങ്കാണ്. അപ്പൊ ഇതൊക്കെ മെച്ചപ്പെട്ട നിലയിൽ നടപ്പിലാക്കുന്ന ഒരു ഭരണ സംവിധാനം സംസ്ഥാനത്തും താഴെ പ്രാദേശിക തലത്തിലും വരുന്നതോടുകൂടി കേരളം ഇപ്പോൾ ആർജിച്ചെടുത്തതും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ പല നേട്ടങ്ങളും മെച്ചപ്പെട്ട നിലയിലേക്ക് മാറാനുള്ള സാധ്യത കേരളത്തിൽ ഉയർന്നു വരികയാണ്. അപ്പൊ അതുകൊണ്ട് ആ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് പോകുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പൊതുനയമുണ്ട്. ആ പൊതുനയം 57-ലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടരെ വന്നിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളെല്ലാം നടപ്പാക്കി വരുന്ന ഒരു നയം. അതൊറ്റ വരിയിൽ പറഞ്ഞാൽ ദുർബലരെ ആദ്യം പരിഗണിക്കുക എന്നതാണ്. ഏറ്റവും ദുർബലനായി സമൂഹത്തിൽ നിൽക്കുന്ന ആളുകളെയെല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന പ്രവർത്തനത്തിന്, അവർക്ക് സാമ്പത്തിക നേട്ടം ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിന്, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഘട്ടം ഘട്ടമായ ഇടപെടലും പദ്ധതികളും പരിപാടികളും
കേരളത്തിൽ നടന്നിട്ടുണ്ട്. ജനകീയാസൂത്രണം ആ കാര്യത്തിൽ ഒരു വലിയ പങ്കും വഹിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിലെ പിണറായി സർക്കാരും ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കുന്നതിനുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സർക്കാരും അതിന്റെ ലക്ഷ്യവും നേരായ വഴിയിലേക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ജനങ്ങളിൽ വലിയ രൂപത്തിൽ സ്വാധീനമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അത് ഇടതുപക്ഷത്തെ നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയത് വലതുപക്ഷത്തുള്ളവരാണ്. അതുകൊണ്ടാണ് വലതുപക്ഷത്ത് വലിയ രൂപത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതോ അതിനെ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ മൗനം ഭജിക്കുന്നതോ ആയ നിലപാടൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കുന്നതോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ മനസ്സുള്ള കേരളമായി കേരളം മാറിപ്പോകാതിരിക്കാനുള്ള പണി BJPയും അതുപോലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു പ്രധാന കർത്തവ്യം. നിങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കേരളം നിലനിൽക്കണം. അതിനെ തകർക്കാൻ മറ്റൊരു ഭാഗത്ത് വലിയ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും വലതുപക്ഷ രാഷ്ട്രീയം നടക്കുന്നുണ്ട്. അതോടൊപ്പം വലതുപക്ഷ രാഷ്ട്രീയം എത്തിച്ചേർന്നിരിക്കുന്ന വളരെ ജുഗുപ്സാവഹമായ ഒരു അവസ്ഥയെ സംബന്ധിച്ചിട്ടും കേരളം ഗൗരവമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുന്നുള്ള കാര്യം തർക്കമില്ല. വലിയ രൂപത്തിലുള്ള അഴിമതി, അതിനോടൊപ്പം ഏറ്റവും മോശപ്പെട്ട ലൈംഗിക അപവാദങ്ങളിൽ ചുഴിയിൽ ഭരണാധികാരത്തിലേക്ക് എത്തുന്ന അതിന്റെ ചുമതലയുള്ള ആളുകൾ വരെ ചെന്നുപെടുന്ന അവസ്ഥ നമ്മൾ കേരളത്തിൽ കാണുകയാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രൂപത്തിൽ കേരളത്തിൽ വളരുന്നു എന്നുള്ളതാണ്. ഇതിലൊക്കെ രാഷ്ട്രീയവും സംഘടനാപരവുമായ നിലപാടുകളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കേണ്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത്തരം നിലപാടുകൾ ഗൗരവത്തോടെ കാണുകയും എടുക്കാനും തയ്യാറാകാതെ വൈകിയ ഒരു നിമിഷത്തിൽ നിലനിൽപ്പിന് വേണ്ടി ചില നിലപാടുകൾ എടുത്തു പോകുന്ന അവസ്ഥയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, BJP ഉൾപ്പെടെയുള്ളവർ ഈ അഴിമതി കാര്യത്തിലും നേരത്തെ പറഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ ലൈംഗിക അപവാദ പ്രശ്നങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാംസ്കാരിക കേരളം നേരിടുന്ന ഒരു ഭീഷണിക്കുള്ള ഉത്തരമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്നുകൂടി ഇടതുപക്ഷ മുന്നണിക്ക് ആഗ്രഹമുണ്ട്, അഭിപ്രായം. LDF തോണൂർ ബ്ലോക്കിലെ 4 പഞ്ചായത്തിൽ 3 പഞ്ചായത്ത് ഇത്തവണ ജയിക്കും. 4ാമത്തെ പഞ്ചായത്തിൽ ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റം ഉണ്ടാകും. അത് ഉറപ്പായിട്ടും സംഭവിക്കുമെന്നുള്ളതാണ് ഇതുവരെയുള്ള പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കുന്നത്. നഗരസഭയിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ മുന്നേറ്റം ഉണ്ടാകും. 30-ലധികം സീറ്റിൽ ഇടതുപക്ഷ മുന്നണി ജയിക്കുന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെ നിലവിലുള്ള വീടുകയറ്റം, വോട്ടർമാരെ കാണൽ, അതിന്റെയൊക്കെ അന്തിമ വിശകലനത്തിൽ 30-ൽ കുറയാത്ത സീറ്റ് കൂടുതലാവുകയുള്ളൂ. ചില സ്ഥലങ്ങളിലെല്ലാം UDF-നകത്തുള്ള ചില പ്രശ്നങ്ങളാണ് 30-ലധികം സീറ്റിലേക്ക് ഇടതുപക്ഷ മുന്നണി എത്തിക്കുക. അത് അതിനുള്ള സാധ്യത ആ നിലയിലേക്ക് ചില വാർഡുകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന സ്ഥലങ്ങളിലെല്ലാം മുന്നേറ്റം ഉണ്ടാക്കി ജയസാധ്യതയ്ക്ക് ഞങ്ങൾ നടന്നെടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ 30-ൽ കൂടുതൽ സീറ്റ് ഇടതുപക്ഷ മുന്നണി നഗരസഭയിൽ വാങ്ങിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ ഭരണ തുടർച്ച ഇടതുപക്ഷ മുന്നണിയിലൂടെ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ല, ഒതുങ്ങി എന്നുള്ളത് അവരും കൂടി അംഗീകരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ആ തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് അവര് ഇടതുപക്ഷ മുന്നണിയെ സഹകരിച്ച് വീട് കയറാനും മറ്റു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് INL-ന്റെ വിഷയം ഒരു വിഷയമല്ല. നേരത്തെ അങ്ങനെ ഒരു സംഗതി പത്രസമ്മേളനമൊക്കെ നടത്തി അവര് പറഞ്ഞിരുന്നു. പിന്നീട് ജില്ലാ സംസ്ഥാന തലത്തിൽ ഇടപെട്ട് ഈ വിഷയത്തിൽ പ്രാദേശികമായി ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിലപാടുകളാണ് പ്രശ്നം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടാണ്. അഴിമതി നമ്മുടെ ഒരു മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിലെ ജീർണതകളുടെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നവരും അതല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം
സാംസ്കാരികമായിട്ടും അതല്ലെങ്കിൽ മറ്റു നിലയിലോ അഴിമതിയിലോ ഒക്കെ പോയി പെടാം. അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അത്തരം കാര്യങ്ങളിലേക്ക് പോയി പെടുന്നതിന്റെ ഭാഗമായി അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ നിലപാടെന്താണ്? അവരിതിനെ തള്ളിപ്പറയേണ്ടത് തള്ളിപ്പറയുകയും നിലപാടെടുക്കേണ്ടത് നിലപാടെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും അഴിമതിയുടെ കാര്യത്തിൽ ഒരുപോലെയാണെന്ന് പറയാം. അങ്ങനെ ഒരു അവസ്ഥ ഈ പറഞ്ഞ വിഷയങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷം ഈ സഹകരണ ബാങ്കുകളിലെല്ലാം ഈ പറഞ്ഞ രൂപത്തിൽ അഴിമതി നടന്നു. അത് കോൺഗ്രസ് ഭരിക്കുന്നതിൽ നടന്നു, ഇടതുപക്ഷം ഭരിക്കുന്നതിൽ നടന്നു. പക്ഷെ ശക്തമായ നടപടിയെടുത്ത് അതിൽ മുഖം നോക്കാതെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നതിന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ BJP ഉൾപ്പെടെ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും അത്തരം പ്രതിസന്ധികൾ, അത്തരം ആളുകളെ കൂടുതൽ കൂടുതൽ യോഗ്യന്മാരാക്കി മുമ്പോട്ട് കൊണ്ടാണ്. കർണാടകയിൽ വലിയ രൂപത്തിൽ റിയൽ എസ്റ്റേറ്റ് പ്രശ്നത്തിനകത്ത് കോടതിയുടെ തന്നെ വലിയ രൂപത്തിലുള്ള പരാമർശത്തിന് ഇടവന്നിട്ടുള്ള ആളാണ് സംസ്ഥാന പ്രസിഡന്റായിട്ട് BJPയുടെ ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം ആ കാര്യത്തിൽ ആ പാർട്ടി എന്ന നിലപാടെടുക്കണമല്ലോ. ഈ ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ CPMന്റെയോ അത്തരം ഒരു ആളുകളെ പേരിലാണ് ഇങ്ങനെ ഒരു സംഗതി വന്ന് കോടതി പരാമർശം വരുന്നതെങ്കിൽ ഇടതുപക്ഷത്തിന് അല്ല CPMന് പ്രത്യേകിച്ച് രണ്ടാലൊന്നും ആലോചിക്കാനുണ്ടാവില്ല, ഉടനെ നടപടിയിലേക്ക് പോകുന്നതാണ്. അതൊന്നുമല്ലല്ലോ. ഇവരെല്ലാം അത്തരത്തിന്റെ മുകളിൽ പിന്നെയും അത്തരം കാര്യങ്ങളുടെ മുകളിൽ അപ്പീല് പോയി എന്താണ് രക്ഷ കിട്ടുക നോക്കി നടക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനങ്ങളൊന്നും തന്നെ ഇവര് ഒഴിവാക്കുന്നില്ല. അപ്പൊ അതാണ് അത് സംബന്ധിച്ചുള്ള നിലപാടിലാണ് പ്രശ്നം. നിലപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കണം. വ്യക്തിനിഷ്ഠമായിട്ട് ഓരോരുത്തരും അഴിമതിയിലോ മറ്റേതെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തില് മുതൽക്കൂട്ട് കുത്തിയാൽ അവരെ തള്ളിപ്പറയാനും ആ നിലപാടിനെതിരായി മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം. അത് ഈ കാര്യത്തിൽ ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ തയ്യാറായിരുന്നു. മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് ആദ്യം 2-3 ആഴ്ച മുമ്പ് ഈ കാര്യത്തിൽ ചോദ്യം ചോദിച്ചപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അയാൾക്കെതിരെ ഒരു വിഷയത്തിൽ ഒരു പ്രാവശ്യം ഒരു നടപടിയെടുത്തു, ഒരു കുറ്റത്തിന് 1-ൽ കൂടുതൽ നടപടി ഉണ്ടാവും. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞാണ്. തൂക്കിക്കൊന്നവനെ പിന്നെ വെടിവെച്ച് കൊല്ലേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മിനിഞ്ഞാന്ന് വീണ്ടും തൂക്കിക്കൊന്നവനെ വെടിവെച്ചു കൊന്നു. പുറത്താക്കിയെന്ന് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ, സസ്പെൻഷനിലാണെന്ന് വേറൊരു പറ്റം നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേരളം കണ്ടത്. ഇതൊക്കെ നേരത്തെ തന്നെ ഇവരുടെ മുമ്പിൽ പരാതികൾ കടന്നു വന്നപ്പോൾ തന്നെ ഇതൊക്കെ ശരിയാണെന്ന് കണ്ടപ്പം ഗത്യന്തരമില്ലാതെയാണ്. അതുവരെ അവർ പറഞ്ഞത് ഒരിടത്തും പരാതിയില്ല, ഒരിടത്തും ആരും ആക്ഷേപം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പരാതിയില്ലാതെ എന്ത് നടപടി എടുക്കാനാണ്? പക്ഷേ അയാളെക്കാൾ വലിയ രൂപത്തിൽ പരാതിയും 1.5 മാസക്കാലം ജയിലിൽ കിടന്നയാളാണ് കോവളം MLA വിൻസെന്റ്. അദ്ദേഹം ഇപ്പോഴും നിയമസഭയിലുണ്ട്, അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി മെമ്പറാണ്. ഒരു നടപടിയില്ല. അയാൾ കേസ് നേരിടുകയാണ്, ഹിയറിംഗിൽ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. എൽദോസ് കുന്നപ്പള്ളി ഇതേ രൂപത്തില് ആക്ഷേപം നേരിട്ട് കോടതി നടപടിക്ക് വിധേയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പേരിൽ വേറെ നിലപാടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ വേറെ നിലപാടും എടുക്കേണ്ടി വരുന്നതിന്റെ പ്രശ്നമാണ് നിലപാടില്ലായ്മ എന്ന് പറയുന്നത്. ഇതെല്ലാത്തിലും ഒരു നിലപാട് വേണമല്ലോ. ആ നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അല്ല, മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന്റെ പേരിൽ ആരാണോ ആക്ഷേപം ഉന്നയിച്ചത്, ആ ഉന്നയിച്ചയാള് 13 കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവത്തെ ഇപ്പൊ ഉന്നയിച്ചു വന്നപ്പോ അതിന്റെ മുകളിൽ കമ്മീഷന്റെ അതിന്റെ മേലെ തീരുമാനിച്ച ഒരു കമ്മീഷന്റെ തീരുമാനത്തിന് വിധേയമായ നടപടികളിലെ കോടതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്ത് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ആക്ഷേപം ഉന്നയിച്ചയാള് വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്നത് 1 ലക്ഷം രൂപ അടിയന്തരമായി തരണം. പിന്നീട് അവര് തന്നെ ആക്ഷേപം ഉന്നയിച്ചതിന്റെ പേരിൽ കേസ് നടന്നിപ്പോ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ ഈ വിഷയത്തിനകത്ത് യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് പരിശോധിക്കണമല്ലോ. പണത്തിനു വേണ്ടിയാണോ ഇങ്ങനെ ഒരു ട്രാപ്പിലേക്ക് ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെ ട്രാപ്പ് ചെയ്തതാണോ എന്ന വസ്തുത പുറത്തു വന്നിട്ട് അത് അല്ല മനഃപൂർവ്വം ഇയാൾ ചെയ്തതാണെങ്കിൽ അയാൾക്കെതിരെ നടപടി വേണം. ഇങ്ങനെ ഒരു കാര്യം മറ്റു കാര്യങ്ങൾ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അവസ്ഥ മുകേഷിന്റെ കാര്യത്തിലുണ്ട്. ഉന്നയിച്ച ഇര പണം ആവശ്യപ്പെട്ടതും ചാറ്റ് ചെയ്തതും അനുകൂലമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതും ഒക്കെ കോടതിയുടെ മുമ്പിൽ എത്തിയതാണ്. അതുൾപ്പെടെ പരിശോധിച്ചിട്ടാണ് മുകേഷിന്റെ വിഷയവും മാങ്കൂട്ടത്തിന്റെ വിഷയം ഒരേ ത്രാസിലിട്ട് തൂക്കേണ്ട ഒരാവശ്യമില്ല. കോടതിയുടെ മുമ്പിലാണ്, കോടതി പറയട്ടെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുകേഷിന്റെ വിഷയത്തിൽ നിലപാടെടുക്കാൻ പറ്റുന്നതാണ്. അത് വസ്തുതാപരമായി ശരിയാണെങ്കിൽ നടപടിയെടുക്കും, അത് കോടതി പറയണം. അല്ല, RMP UDFന്റെ കൂടെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് RMP വലുതാവുന്നില്ല. UDFനുള്ള ശക്തി എന്താണോ
അതനുസരിച്ച് അവർക്ക് അവിടെ ജയിക്കാനോ, അപ്പൊ UDF വേണേ ഒരു സീറ്റ് കൊടുക്കാലോ, വേണമെങ്കിൽ താഴെങ്ങാണിയിൽ ഒരു സീറ്റ് ഇപ്പൊ RMPക്ക് കൊടുത്താൽ RMP ജയിക്കും. അതല്ലാതെ RMPയുടെ വലിപ്പം അതിങ്ങനെ വളർന്ന് വികസിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. RMP എങ്ങനെ ഒരു CPM വോട്ട് അതിൽ പോവില്ല. CPM വോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അത് ഒരു തെറ്റിദ്ധാരണയാണ്. RMP ഏത് പാർട്ടിയായാലും ഇപ്പൊ ചെറിയ പാർട്ടികൾ പലതും ഉണ്ട്, LDFിലുണ്ട് UDFിലുണ്ട്. LDF ഒരു ഷുവർ സീറ്റ് 90% CPMകാരുള്ള ഒരു മേഖലയിൽ CPIക്കോ മറ്റേതെങ്കിലും ഘടകകക്ഷിക്കോ സീറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് സീറ്റ് കിട്ടി ജയിച്ചാൽ അവർ വളർന്നു വികസിച്ചു എന്നാണോ പറയാ. CPMന്റെയും അത് അവരും പറയും, ഞങ്ങൾ CPMന്റെ ശക്തി കൊണ്ട് തന്നെയാണ് ജയിച്ചത്. അവരുടെ നില എന്താണെന്ന് അവർക്കറിയാം. അതുപോലെ ഇങ്ങനെ RMP കുറെ സ്ഥലത്ത് മത്സരിക്കുന്നു, UDFകാർ സഹായിക്കുന്നു, അതിൽ ഏതെങ്കിലും ഒരു സീറ്റ് ജയിച്ചാൽ RMPയുടെ വളർച്ച എന്നുള്ളതിലേക്ക് വ്യാഖ്യാനിക്കാൻ എത്രത്തോളം കഴിയും. അങ്ങനെയാണെങ്കിൽ CPMന്റെ തകർച്ചയും മറ്റുള്ള സംഘടനക്കാരുടെ വളർച്ചയും എന്ന് പറയേണ്ടി വരും. എനിക്ക് തിരുവള്ളൂർ ചാർജാണ്, ഞാനാണ് തിരുവള്ളൂരിലെ പഞ്ചായത്ത് സെക്രട്ടറി. അവിടെ വാർഡ് തലത്തിൽ ബൂത്ത് തലത്തിൽ വീടുകൾ കയറി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എന്റെ കൂടെയാണ് അവരൊക്കെ കയറിക്കൊണ്ടിരുന്നത്. അപ്പൊ വോട്ട് പിടിക്കാൻ LDFന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അക്ഷീണം പരിശ്രമിക്കുന്നത്, എന്റെ പേരും പറഞ്ഞ് പ്രകടനം നടത്തിയവരാണ്. സംഘടനാപരമായി അത് ശരിയല്ലെങ്കിലും അത് തിരുത്തലിന് വിധേയമാകുന്ന നിലയുണ്ടായി അവര് പൂർണ്ണമായിട്ട് LDFുമായി സഹകരിക്കാണ്. അതിൽ നിന്നൊരു വോട്ടും അവർ കിട്ടില്ല. അതിൽ നിന്ന് ഒരു വോട്ടും കിട്ടുന്നു. എവിടെയൊക്കെ പ്രകടനം നടന്നോ ആ പ്രകടനം നടന്നിടത്തുന്ന ഒരു വോട്ട് പോലും RMPക്ക് കിട്ടില്ല. RMP എന്ന് പറഞ്ഞിട്ട് മറ്റേതെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ഏതെങ്കിലും അതിർത്തി തർക്കോ രണ്ട് സഹാക്കൾ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോ സമൂഹത്തിനകത്ത് രൂപപ്പെടാം. അത്തരം വിഷയത്തിൽ വോട്ട് എവിടെയെങ്കിലും ചോരുക എന്നല്ലാതെ ഈ രാഷ്ട്രീയ വിഷയത്തിൽ RMPയോട് ആനുകൂല്യം പ്രഖ്യാപിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വോട്ട് ചോരൻ വടകരയിൽ ഇപ്രാവശ്യമില്ല. വടകരയിൽ മണിയൂരിലില്ല, തിരുവള്ളൂരില്ല, മറ്റെവിടെയില്ല. പിന്നെ അവരാരെങ്കിലും ജയിക്കോ ഇല്ലയോ എന്നുള്ളത് UDFന്റെ ശക്തി പോലെ ഇരിക്കും അവിടെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സീറ്റ് കൊടുക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മണിയൂരിൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി RMPക്ക് സീറ്റ് കൊടുക്കേണ്ട തീരുമാനിച്ച എല്ലാ തീരുമാനവും എടുത്ത് ഇവിടെ വന്നിട്ട് വടകരൻ മണിയൂരിൽ നിന്ന് തീരുമാനിച്ചതാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറഞ്ഞത് ഇവിടുന്ന് തീരുമാനം അവരങ്ങോട്ട് മാറ്റി പ്രാദേശികമായി, എന്നിട്ട് RMPക്ക് ഒരു സീറ്റ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്ത് ഒരാളെ ജയിപ്പിച്ചിട്ട് RMP ശക്തിയാണ്, അപ്പൊ കോൺഗ്രസ് തളർന്നുപോയി എന്ന് പറയേണ്ടി വരുമോ? അല്ല, ഇടതുപക്ഷ മുന്നണി ജയിക്കുന്നതാണെന്ന് പറയുമ്പോൾ വാർഡ് 23 വാർഡാണ് മണിയൂർ. ഈ നേരത്തെ 21 വാർഡിൽ 2 വാർഡ് വർദ്ധിച്ചപ്പോ 450 വീടുകൾ ഉൾക്കൊള്ളുന്ന അതിന്റെ ആവറേജിൽ വാർഡുകൾ വിഭജിച്ചു വരുമ്പോൾ കുറെ സ്ഥലങ്ങൾ പുതുതായി കൂട്ടിച്ചേർക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട് റീഷേപ്പ് ചെയ്യപ്പെട്ട വാർഡുകളാണ്. ആ വാർഡുകൾ നേരത്തെ ഉണ്ടായിരുന്ന ജയിച്ച സ്ഥലത്തിന് എന്റെ അവസ്ഥയിലൊന്നുമല്ല, അത് മുനിസിപ്പാലിറ്റിയിലുണ്ട്. അങ്ങനെ നടക്കില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് വാർഡ് വിഭജനം നടന്നത്. അതുകൊണ്ട് കഴിഞ്ഞ LDF പേരൊക്കെ അതായിരിക്കും, കുറുന്തോടി, അവിടെയാണ് അവർ മത്സരിക്കുന്നത്. കുറുന്തോടി എന്ന് പേരുള്ളെടുത്ത് കുറുന്തോടിയുടെ കുറെ ഭാഗം, മുതുവന ഭാഗം വെട്ടി മാറ്റി ഇപ്പുറത്ത് കരുവഞ്ചേരിയുടെ കുറെ UDF പക്ഷമുള്ള കുറെ വീടുകൾ വരുന്ന ഭാഗങ്ങൾ ഈ വാർഡിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. മറ്റല്ലാണ്ട് ഒരു പേരിന്റെ മുകളിൽ ഒഞ്ചിയം എന്ന പേരുള്ളത് കൊണ്ട് ഒഞ്ചിയത്ത് എല്ലാ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതെല്ലാം നടക്കുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് തിരുവള്ളൂർ പറയാം. 2200 വോട്ട് UDF ഭൂരിപക്ഷം ഇപ്പം തിരുവള്ളൂർ പഞ്ചായത്തിൽ ഏത് തെരഞ്ഞെടുപ്പിലും, മുനിസിപ്പൽ മറ്റേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2650 ഷാഫി കിട്ടിയ ഭൂരിപക്ഷം. അപ്പൊ ആ ഭൂരിപക്ഷം ഉള്ളയിടത്ത് LDF പലതവണ 35 കൊല്ലം പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭരിക്കുന്നു ഉറപ്പാണ്. വാർഡ് വിഭജനത്തിൽ ഉണ്ടാകുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചെരണ്ടത്തൂർ, ഞങ്ങളെ മണിയൂര് ചെരണ്ടത്തൂർ ഇപ്പൊ നേരത്തെ 400 വോട്ടിന് ജയിക്കുന്നിടത്ത് ഇപ്പൊ 100 വോട്ട് UDFന് മേൽക്കൈയുള്ളൂ ഞങ്ങളെ കണക്കിൽ. ആ മേൽക്കൈയും അവസാനിക്കുന്ന പറയുന്ന നിലയിലാണ് അവർക്കിടയിലെ ആന്തരിക പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് ആകെ മണിയൂർ തകർന്നൊന്നും ഞങ്ങളും അറിയില്ല. കോൺഗ്രസിന് ഒരു ശക്തിയുണ്ട്, ലീഗിന് വേറൊരു ശക്തിയുണ്ട്, BJPക്ക് അതിനനുസരിച്ച് ശക്തിയുണ്ട്. പക്ഷേ LDF തകർന്നോ എന്നുള്ള ഒരു അടിസ്ഥാനമൊന്നും അതിനകത്തില്ല. വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഞാൻ പ്രതികരിച്ചു, ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. അത് എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതില് വേറൊന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ ഒരു
വിഡിത്തരം അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ അയാളുടെ ഒരു ഇരയല്ല. രണ്ട് കേരളത്തിൽ അയാൾക്കെതിരായിട്ട് എന്നെക്കാൾ വലിയ നേതാക്കന്മാര് നിരന്തരം പ്രസ്താവന നടത്താറുണ്ട്. അപ്പോഴൊന്നും അദ്ദേഹം മാന്തി പൊളിക്കാൻ പുറപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞത് അയാൾക്കെതിരെയല്ല, ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷൻ ഒക്കെ ഞങ്ങൾ ജയിക്കും എന്ന് BJPയുടെ പ്രതിനിധി പറഞ്ഞപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നോട് ആങ്കർ ചോദിച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞു, തിരുവനന്തപുരത്ത് ആത്മഹത്യകൾ നടക്കുകയാണ്, BJPക്കാര് സീറ്റ് കിട്ടാത്തതിലും മറ്റു പ്രശ്നങ്ങളും നിർത്തി. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ആര് ബാക്കിയാവും എന്നുള്ളത് അറിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ BJP വയ്ക്കാനൊന്നും പോകുന്നില്ല. തൃശ്ശൂരിലാണെങ്കിൽ അവിടെ എന്തെങ്കിലും BJPക്ക് സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത ഇല്ലാതാക്കാൻ സുരേഷ് ഗോപി മതി. കാരണം അദ്ദേഹം കേരളത്തിന് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല. 57,000 കോടി കേരളത്തിന് കിട്ടേണ്ട വിഹിതം കേരളത്തിന് അല്ലെങ്കിൽ തടഞ്ഞു വെക്കപ്പെട്ടപ്പോ സുരേഷ് ഗോപി ഇടപെട്ടിട്ടില്ല. എയിംസ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നടപടി തൃശ്ശൂർ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധം ഉണ്ടാക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തികച്ചും രാഷ്ട്രീയമാണ്. അതിലൊരിക്കലും വ്യക്തിഹത്യയുടെ ഒരു മറുപടിയിലേക്കല്ല വരേണ്ടത്. ആ വ്യക്തിഹത്യയാണ് അദ്ദേഹം അതിനകത്ത് ഉപയോഗിച്ചത്. അതുകൊണ്ടിപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നുമല്ല, എന്റെ മറുപടിയിൽ അത് വളരെ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തിരുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്റെ മൂക്കിന് താഴെ വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ 83,000, അദ്ദേഹം 93,000 എന്നൊക്കെയാ പറഞ്ഞു. 83,000 കോടി രൂപ, അല്ല 83 കോടി രൂപ, 83 കോടി രൂപ ആശുപത്രി നിർമ്മാണത്തിന് കേന്ദ്രം കൊടുത്തു. അത് ഞാൻ പറഞ്ഞിട്ടാണ്, ഞാനും കൂടി സമ്മതിച്ചിട്ടാണ്. സത്യത്തില് അത് PMJBK പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. ആ പദ്ധതിയുടെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരും വഹിക്കുന്ന ഒരു സംയുക്ത സംരംഭമാണ്. സംസ്ഥാന സർക്കാർ വഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ പദ്ധതി നടപ്പാവില്ല. അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞാലും ആ പദ്ധതി വരില്ല. സംസ്ഥാന സർക്കാർ കൂടി താല്പര്യമെടുത്തിട്ട് ഇതുപോലുള്ള പദ്ധതികൾ കേരളത്തിലെ പല ആശുപത്രികളിലും മറ്റു നിലയിലുള്ള സംരംഭങ്ങൾക്കുമായിട്ട് നടത്തുന്നുണ്ട്. അത് സ്വന്തം നേട്ടമാണെന്നുള്ള അഭിമാനവും കാര്യവും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് മറുപടി തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ നോക്കൂ ചെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭത്തെ സംബന്ധിച്ചുകൂടിയാണ്. അപ്പോ യഥാർത്ഥത്തിൽ അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത് എന്തുകൊണ്ട് 57,000 കോടി തടഞ്ഞു വെച്ചു, അതിനുള്ള കാരണം എന്താണ്, കേന്ദ്രത്തെ ഇങ്ങനെ അവഗണിക്കുന്ന വിഷയം എന്താണ്, ഗവർണർമാരുടെ നിലപാടുകൾ എന്താണ്, ഇങ്ങനെ എന്നൊക്കെയാണ് സത്യത്തിൽ അദ്ദേഹം മറുപടിയായി പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്നെ 2 ചീത്ത പറയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അതിന് പകരം അദ്ദേഹത്തിന്റെ മറുപടി എന്നെ ആക്ഷേപിക്കുന്ന നിലയിൽ ഒതുക്കി അങ്ങോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നാട്ടിലെ ആളുകൾക്ക് ആ ധാരണ ഉള്ളതുകൊണ്ട് അതിലൊന്നും ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ ഭാഗമായി തരേണ്ടുന്ന വിഹിതം തരികയും ഇവിടെ വ്യത്യസ്തമായ പദ്ധതികൾക്ക് ഇവിടെയാണ് ഫീസിബിളായ മേഖലയെങ്കിൽ ഇന്ത്യയിൽ ഇവിടെയാണല്ലോ തരേണ്ടത്. അങ്ങനെ തരുന്ന പദ്ധതികൾക്കെതിരെയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ 57,000 കോടി തടയപ്പെട്ടപ്പോൾ കേരളത്തിൽ നടന്ന സംഭവം എന്താ, 2021 തടയപ്പെട്ടു, ഓരോ ഘട്ടം ഘട്ടമായിട്ട്. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ 75% കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യത്യസ്ത വിഹിതങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ ചെലവിന് ഉപയോഗിക്കുന്നത്. അത് 57 മുതൽ ഈ 2016 വരെയുള്ള മുഖ്യമന്ത്രിമാർക്ക് കിട്ടിയ സൗകര്യമല്ല, അവർ ഉപയോഗിച്ച ഒരു അവകാശമായിരുന്നു. അത് 2017 നോട്ട് നിരോധനത്തിന്റെ പിന്നാലെ കേന്ദ്രം ഘട്ടം ഘട്ടമായി മുറിച്ചില്ലാതാക്കി. 75% എന്ന് പറയുന്നത് ഇപ്പം 19% ചുരുങ്ങി കേന്ദ്രം തരുന്ന വിഹിതം. ആ 19% കൊണ്ടാണ് നമ്മൾ പെൻഷൻ കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ, ഇവിടെയുള്ള മറ്റു ചെലവുകൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് കേരളം ഈ കഴിഞ്ഞ 2 വർഷം ശക്തമായി ഇടപെട്ട് കേരളത്തിലെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചു. 21 ഇത് വരുമ്പോൾ 44,000 കോടിയാണ്. ഇപ്പൊ കേരളത്തിന്റെ തനത് നികുതി വരുമാനം 1,05,000 കോടിയാണ്. അങ്ങനെ വന്നതിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പൊ 400 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത്, വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കുന്നത്, കണക്ട് വർക്കിൽ 1000 കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേന്ദ്രം കൃത്യമായി കേരളത്തിന് നൽകാതെ പോയിട്ടും കേരളം അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ കേരളത്തിൽ ഇച്ഛാശക്തിയുള്ള ഇടതുപക്ഷ ഭരണത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഉള്ള ഒരു സംഗതി. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേന്ദ്ര അവഗണനക്കെതിരായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസിനും ഇല്ല. UDF പറയണ്ടേ, നാളെ UDF അധികാരത്തിൽ വരുന്നെങ്കിലോ കേരളത്തിൽ അവരെങ്ങനെയാണ് ഭരിക്കുക? ഇതേ സമീപനം അവർ സ്വീകരിച്ചാൽ കോൺഗ്രസ്സുകാർ എന്താ പ്രതികരിക്കുക? നമ്മളോട് പറയുമോ, നിങ്ങൾ സഹകരിക്കുന്നു പറയുമോ? അങ്ങനെയാണ് ഇപ്പൊ സഹകരിക്കണമല്ലോ. അവർ ഈ കഴിഞ്ഞ 5 വർഷക്കാലം തുടർച്ചയായിട്ട് ഈ പറയുന്ന രൂപത്തിലുള്ള ഫണ്ട് കട്ടിങ് എല്ലാ മേഖലയിലും തുടർച്ചയായി വന്നപ്പോൾ UDF അനങ്ങിയില്ല. ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ അത് ബഹിഷ്കരിച്ചു.
നവകേരള സദസ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ ഉണ്ടാക്കിയത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന വിഷയം കൂടി ജനങ്ങളെ ശ്രദ്ധപ്പെടുത്താനാണ്. 140 മണ്ഡലത്തിലെ വികസന ആവശ്യങ്ങൾ കൂടി കേൾക്കാൻ കൂടിയാണ്. അതും കൂടെ UDF ബഹിഷ്കരിച്ചു. അപ്പൊ കേരളത്തിൽ യോജിച്ച് നിന്ന് വികസനം ഉണ്ടാക്കുക എന്നുള്ളതിലെ അതിനെ തടസ്സപ്പെടുത്തുന്ന വഴി BJP ചെയ്യുകയാണ്. BJP അതിന്റെ ഭാഗമായി ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്തതിനെ നമ്മൾ ഇല്ലാന്നല്ലല്ലോ പറഞ്ഞു. ഇപ്പൊ വടകര ആശുപത്രിക്ക് ഫണ്ട് തന്നില്ല എന്നല്ല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾ തന്നു എന്ന് പറയുന്നത്. കേന്ദ്രം 57,000 കോടി തരേണ്ടത് തന്നിട്ടില്ല. അതിന്റെ ബുദ്ധിമുട്ട് കേരളത്തിനുണ്ട്. പിന്നെ പ്രത്യേക പാക്കേജ് ആയിട്ട് തരുന്ന ഫണ്ട് ഉണ്ട്. അത് ആശുപത്രിക്ക് കൊടുക്കാൻ വെച്ച ഫണ്ട് ആശുപത്രിക്ക് ചെലവഴിച്ചുകൊടുക്കും. റോഡിന് കൊടുക്കാൻ വെച്ച ഫണ്ട്, നാഷണൽ ഹൈവേക്ക് കൊടുക്കാൻ വെച്ച ഫണ്ട് നാഷണൽ ഹൈവേക്കല്ലേ ചെലവഴിച്ചുകൊടുക്കും. പൊതു ഭരണ സംവിധാനങ്ങളെ മുന്നോട്ട് നയിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്ന ഖജനാവിലേക്ക് കിട്ടുന്ന വിഹിതം തരാതിരുന്നാൽ നിത്യഭരണം എങ്ങനെ കൊണ്ടുപോവുക? ട്രഷറി കൂട്ടേണ്ടി വരും. ഇതിന് ഈ ആപത്തിനെല്ലാം മറികടന്ന ഒരു ഭരണം കേരളത്തിൽ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഉള്ള ഭരണം പിണറായി വിജയന്റെ ഭരണമാണ്. ആ ഭരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് 3ാം ഭരണത്തിലേക്ക് ഇടതുപക്ഷ ഭരണം വീണ്ടും വരും. അതിന്റെ തുടർച്ചയാണ്, അതിന്റെ ഡ്രസ് റിഹേഴ്സലാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്. അതിലെ ഭൂരിപക്ഷം ഭരണസ്ഥാപനങ്ങളും ഇടതുപക്ഷം ജയിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ല, ധാരാളം കേന്ദ്ര പദ്ധതികളുണ്ട്. ആ കേന്ദ്ര പദ്ധതികൾ പലതും കേരളത്തിലേക്ക് അതിന്റെ ഫണ്ട് ലഭ്യമാകുമ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ ശേഷി കൈവരിച്ച ചില സംഗതികളുണ്ട്. അതിന് ഫണ്ട് അവിടെയുണ്ട്. അതിനെ മെച്ചപ്പെടുത്തുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആ ഫണ്ട് ഇവിടെ വേണ്ടത്. ആ ഫണ്ട് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം എടുക്കേണ്ടുന്നതിന് പകരം പഴയ എന്ന് പറഞ്ഞാൽ മറ്റു പല സ്റ്റേറ്റുകളിലും ആർജിച്ചെടുക്കാത്ത നേട്ടങ്ങൾ നേടുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള ഫണ്ടാണ് PM ശ്രീയിലൂടെ വരുന്നത്. ആ PM ശ്രീ പദ്ധതിയുടെ ഇവിടെ ഈ നേട്ടങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വിദ്യാഭ്യാസ മേഖല നിലനിൽക്കുമ്പോൾ PM ശ്രീ ഇവിടെ ശരിക്കും ആവശ്യമില്ല. പക്ഷെ അതിന്റെ പേര് പറഞ്ഞിട്ട് SSKന്റെ ഫണ്ട് തടഞ്ഞു വെക്കുകയാണ്. 1066 കോടി തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് തടയുന്നതിന് എന്താ ന്യായം? ഇത് നിങ്ങൾ ഒപ്പുവെക്കണം. കേന്ദ്ര പദ്ധതികൾ ഇവിടെ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും അല്ലെങ്കിൽ പരിഷ്കരണത്തിന് വിധേയമാക്കിയിട്ടാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന പദ്ധതികളാണ് കേരളത്തിന് വേണ്ടത്. ആ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും അതോടൊപ്പം ഈ പറയുന്ന നിലയിലുള്ള കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി നിരന്തര ചർച്ച കേന്ദ്ര സർക്കാരിലെ സംവിധാനങ്ങളുമായി നടത്തിയിട്ടുണ്ട്. അതിൽ നടത്തുന്നതിനുള്ള ഒരു മേഖല ബ്രിട്ടാസിനെ പോലുള്ള MP തന്നെയാണ്. അതുകൊണ്ട് BJP മുന്നോട്ട് വെക്കുന്ന അവരുടെ സംഘപരിവാർ തീരുമാനങ്ങൾക്ക് വശപ്പെടുന്നു എന്നുള്ള അതിന്റെ അർത്ഥം. അത് നിതിൻ ഗഡ്കരിയെ കണ്ട് ചർച്ച നടത്തിയിട്ട് എത്രയോ പുതിയ റോഡുകൾക്ക് ഇവിടെ അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. അതും BJPയുടെ നയമായിട്ട് എന്ത് ബന്ധമുണ്ട്? അപ്പോ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പരിഷ്കരണത്തിന് വിധേയമായി മുന്നോട്ട് പോവാണ്. കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സംഘപരിവാർ അജണ്ടയിൽപ്പെട്ട വിദ്യാഭ്യാസം കേരളത്തിൽ നടക്കില്ല. അതെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്. CPM എന്ന് പറയുന്ന അതിന്റെ ആശയ നിലപാടുകളാകെ, അതിന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകളാകെ ഇടതുപക്ഷ ഭരണത്തിൽ നടപ്പാക്കാനാവില്ല. അത് പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അജണ്ട എങ്കിലും നടപ്പിലാക്കാൻ എനിക്ക് കഴിയും. കാരണം ഈ ഭരണഘടന ഈ രാജ്യത്തെ ബൂർഷ്വാസി ഉണ്ടാക്കിയതാണ്. അതുപ്രകാരമാണ് കോൺഗ്രസ് വിളിച്ച മുദ്രാവാക്യമാണ് കൃഷിഭൂമി കർഷകർ. അതുകൊണ്ടാണ് 57 സർക്കാർ ആ പണിയെടുത്തത്. കോൺഗ്രസിന്റെ അജണ്ടയാണ്. അതുകൊണ്ട് CPMന്റെ പ്രത്യയശാസ്ത്രം ഇല്ലാതായിപ്പോയി എന്ന് പറയാൻ പറ്റുമോ? EMS പറഞ്ഞ കാര്യമാണ്. CPM കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കി. അതുകൊണ്ട് CPM പ്രത്യയശാസ്ത്രത്തിന് കേരളത്തിൽ യാതൊരു അടിസ്ഥാനമില്ല എന്നാരും പറയും. ഇതിനെ പരിഷ്കരിച്ചു കൊടുക്കും നമ്മൾ. വീണ്ടും പരിഷ്കരണം, കൂലിവർദ്ധനവിന് വേണ്ടിയുള്ള സമരം അതിന്റെ പിന്നാലെ നടന്ന കൃഷിഭൂമി കിട്ടിയവരാണ് കൂലിവർദ്ധനു വേണ്ടി സമരം നടത്തിയത്. ഇവിടെ കിട്ടുന്ന കൂലിയുടെ 1/3 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും. അതുകൊണ്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളി എരിച്ചു കയറി കേരളത്തിൽ വരുന്നത്. റിസർവ് ബാങ്ക് തന്നെ പറഞ്ഞല്ലോ. അപ്പോ കേരളീയ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് കേന്ദ്ര നിയമങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ നിയമങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന നിലയുള്ള ഒരു ആശയത്തെയാണ് നമ്മൾ പിന്തുടരുന്നത്. അതിന്റെ മേലെ സംഘപരിവാർ മറ്റത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ല. എങ്ങനെ എങ്ങനെ അത് അവരല്ലേ പറയണ്ടേ, ഞാനല്ല. അത് അവർക്ക് മനസ്സിലായിരിക്കും. എനിക്ക് എന്തോ മനസ്സിലായി എന്നുള്ളത് ഞാനാ പറയണ്ടേ. അതല്ലാണ്ട് CPIക്കാർ പറഞ്ഞാലോ ദിവാരം മാഷ്ക്ക് മനസ്സിലായില്ല ഞാനല്ലേ പറയണ്ടേ. എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ അവരോട് ചോദിക്കും, ഇവരിങ്ങനെയാ പറയുന്നത്, നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായില്ല എന്നാണോ എന്ന് അവരോട് ചോദിക്കും. ഞാൻ പറയുന്നില്ല അവർക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ തവണ അവർക്കൊരു സീറ്റ് അധികം കിട്ടാനുള്ള കാരണം കോൺഗ്രസ് നിന്നുള്ള വോട്ട് ചോർച്ചയാണ്.
കോൺഗ്രസ്സുകാരും BJP-ക്കാരും എങ്ങനെയൊക്കെ ഡീലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നേടി. ഇത്തവണ അവര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുനിസിപ്പാലിറ്റിയിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി വെൽഫെയർ പാർട്ടിയുമായിട്ട് അവരുടെ ഒരു സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ അടയാളത്തിൽ, അതുപോലെ എന്താ പറയാ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിലൊക്കെ മത്സരിക്കുന്നത് RMPI UDF സ്ഥാനാർത്ഥിയായിട്ട്. എന്നിട്ട് അവരുടെ നോമിനേഷൻ പേപ്പറിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി എന്ന് എഴുതി കൊടുത്തത്. അപ്പൊ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാൾ, ഞാൻ സ്വതന്ത്രമല്ല എഴുതിയത്, വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നോമിനേഷൻ കൊടുത്ത് അവർക്ക് RMPI UDF പിന്തുണയുള്ള എന്ന് ബോർഡ് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഏത് വാർഡാന്ന് എനിക്ക് ഓർമ്മയില്ല, 18 മുനിസിപ്പാലിറ്റിയില്. മുനിസിപ്പാലിറ്റി. അപ്പോ ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് അവര് തമ്മിൽ എല്ലാവരും കൂടെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയാൽ ഈ പറഞ്ഞ പോലെ എണ്ണം കൂട്ടാൻ പറ്റും. BJP-യുടെ അവരുമായിട്ട് സഹകരിച്ചാൽ BJP-ക്ക് ഒരു സീറ്റ്, ഇപ്പുറത്ത് സഹായം ചെയ്താൽ അപ്പുറത്തൊരു സീറ്റ്, അതിനെല്ലാം മറികടന്ന് മുനിസിപ്പാലിറ്റിയിലെ ഭരണം 30-ലധികം സീറ്റ് വാങ്ങി ഇടതുപക്ഷം ഭരിക്കും. ഈ അവസ്ഥയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് കൂടോ ഇല്ലയോ എന്നുള്ളത് കോൺഗ്രസ്സുകാരാ പറയേണ്ടത്. കാരണം അവരെ വോട്ട് ചോർന്നാൽ അറക്കിലാട് ജയിക്കുന്നതിന് കാരണമായത് കഴിഞ്ഞ തവണ BJP-ക്ക് അവർക്ക് വോട്ടുണ്ട്, പക്ഷെ ആ വോട്ട് ജയിക്കാൻ പറ്റുന്ന നിലയിലേക്ക് വോട്ട് 10, 20, 30 ചോർത്തിയാൽ ആ സാധ്യത ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. അങ്ങനെ ഇനിയും നടക്കുമോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അത് കോൺഗ്രസ് ആണ് പറയുന്നത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.